ഹായ് ഫ്രണ്ട്സ്, ഈ ആഴ്ചയിലെ സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് വെറും 3 ദിവസമാണ് ഓപ്പൺ ആയിരുന്നത്. 14-ാം തീയതി ഡോക്ടർ അംബേദ്കർ ജയന്തി കാരണവും 18-ാം തീയതി ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ടും മാർക്കറ്റ് അവധിയായിരുന്നു. മാർക്കറ്റിൻ്റെ ഈ ആഴ്ചത്തെ മൊത്തം മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ സെൻസെക്സ് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരുന്നത് 75,157 പിന്നെ ഈ ആഴ്ചത്തെ അവസാനത്തെ ട്രേഡിംഗ് ഡേ ആയിരുന്ന ഏപ്രിൽ 17-ാം തീയതി ക്ലോസിംഗ് 78,553 ഏകദേശം 4.5% ഈ ഒരാഴ്ച കൊണ്ട് മാർക്കറ്റ് ഗെയിൻ ചെയ്തത്. അതേപോലെ സെൻസെക്സും കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത് 22,828 ഈ 17-ാം തീയതി മാർക്കറ്റ് ക്ലോസ് ചെയ്തത് 23,851 1000 പോയിന്റിൻ്റെ മൂവ്മെൻ്റ് ആയിരുന്നു. ഏകദേശം 4.5% നിഫ്റ്റിയും ഈ ഒരാഴ്ച കൊണ്ട് മാർക്കറ്റ് മൂവ് ചെയ്തത്. കഴിഞ്ഞ 2 വർഷത്തിലെ മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയൊരു മൂവ്മെൻ്റാണ് നമ്മൾ ഈ ആഴ്ച കാണാൻ പറ്റിയത്. മാർക്കറ്റ് ഏകദേശം ഈ വർഷം സ്റ്റാർട്ടിങ്, അതായത് ജനുവരി 2025 ലെവലിലേക്ക് ഏകദേശം തിരിച്ചു വന്നിട്ടുണ്ട്. ട്രംപ് കുറച്ച് ദിവസം മുമ്പ് അവരെ ഏർപ്പെടുത്തുന്ന താരിഫ് കുറച്ച് കാലത്തേക്ക് പോസ് ചെയ്തിരുന്നു ചൈന ഒഴികെയുള്ള രാജ്യങ്ങളിൽ. അതുകൂടാതെ ചില പ്രൊഡക്റ്റുകൾ, ഇലക്ട്രോണിക്സ്, മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടേഴ്സ്, അങ്ങനെയുള്ള ചില പ്രൊഡക്റ്റുകളിലും മറ്റ് സെലക്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളിലും താരിഫ് പോസ് ചെയ്തിരുന്നു. ഇതൊക്കെ കാരണം ഗ്ലോബൽ മാർക്കറ്റ് മൊത്തം റിക്കവർ ചെയ്തിരുന്നു കുറച്ചൊക്കെ. ആ ഒരു റിക്കവറിയിൽ തന്നെ ഇന്ത്യൻ മാർക്കറ്റാണ് ലീഡ് ചെയ്യുന്നുള്ളത്. കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസ് എടുക്കുകയാണെങ്കിൽ നിഫ്റ്റി ഏകദേശം 6.5% റിക്കവർ ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിയുടെ ഈ റിക്കവറിക്ക് പ്രധാനമായിട്ട് സഹായിച്ചത് ഒന്ന് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻഫ്ലോ ആണ്. അവർ ഇന്ത്യൻ മാർക്കറ്റിൽ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ലാർജ് ക്യാപ് ഫിനാൻഷ്യൽ സ്റ്റോക്സിൽ അവർ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കുറച്ച് ദിവസം മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അങ്ങനെ ഈ ഒരു ടാരിഫുമായി ബന്ധപ്പെട്ട ഗ്ലോബൽ ഹെഡ്ലൈൻസും FIIസിൻ്റെ ഈ ഒരു ഇൻഫ്ലോയും കൂടിയാണ് മാർക്കറ്റിനെ ഇത്രയും ഉയർച്ചയിലേക്ക് പോകാൻ സഹായിച്ചത്. ഇനി ഓവറോൾ മാർക്കറ്റ് മൊത്തത്തിൽ പോസിറ്റീവായിരുന്നു. ഓൾമോസ്റ്റ് മിക്ക സെക്ടറും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട ഒന്ന് ബാങ്കിങ് സെക്ടറാണ്. നിഫ്റ്റി ബാങ്ക് ഏകദേശം 6.5% അപ്പായിട്ടുള്ളത്. അതിൽ തന്നെ പ്രൈവറ്റ് ബാങ്ക് ഏകദേശം 7% അപ്പായിട്ടുണ്ട്. നിഫ്റ്റി ഫിനാൻഷ്യൽസ്, അതായത് NBFC അടക്കമുള്ള നിഫ്റ്റി ഫിനാൻഷ്യൽസ് ഏകദേശം 6.2% ഈ ആഴ്ച ഗ്രോ ചെയ്തിട്ടുണ്ട്. ഇനി മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പും നല്ലൊരു മൂവ്മെൻറ്റാണ് കാണിച്ചത്. ഏകദേശം 4% മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും മൂവ് ചെയ്തിട്ടുണ്ട്. US കുറച്ച് കാലത്തേക്കെങ്കിലും ആ ഒരു താരിഫ് പോസ് ചെയ്തു. കൂടാതെ ഫേവറബിൾ ആയിട്ടുള്ള മൺസൂൺ സീസണിൻ്റെ എക്സ്പെക്റ്റേഷനും എല്ലാം ഇതിനെ സഹായിച്ചിട്ടുണ്ട്. എങ്കിലും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഒരു മാർക്കറ്റ് സ്ലോ ഡൗൺ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അതുകൂടാതെ ഇന്ത്യൻ കമ്പനികൾ കഴിഞ്ഞ വർഷം അത്ര നല്ല റിസൾട്ടുകളല്ല പുറത്തുവിട്ടത്. ഈ വർഷം കമ്പനിയുടെ ഏർണിങ്സ് എങ്ങനെയാണ് വരുന്നത്, അതൊക്കെ അനുസരിച്ചായിരിക്കും തുടർന്നുള്ള മൂവ്മെൻറ്റ് വരുന്നത്. ഇനി നമുക്ക് മറ്റു പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് കിടക്കാം. അടുത്ത അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടി, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചാൽ നമ്മൾ ഇടുന്ന ഡെയിലി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ അത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. പിന്നെ ഒരു കാര്യം കൂടി, ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള നമ്മുടെ ബേസിക് കോഴ്സിൻ്റെ ലിങ്ക് ഞാൻ സൗജന്യമായിട്ട് അയച്ചിരുന്നതാണ്. അപ്പോൾ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ട്രേഡ് വാറിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ആയിട്ടുള്ളത് ചൈന തന്നെയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവർ പല മെഷേഴ്സ് എടുക്കുന്നുണ്ട്. അവർ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ട്രേഡ് ഡെഫിസിറ്റ് കുറക്കാനായിട്ട് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ പ്രീമിയം ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാൻ തയ്യാറാവും എന്നുള്ള ന്യൂസ് വന്നിട്ടുണ്ട്. ഇതിനുള്ള പ്രീമിയം ഗുഡ്സിൻ്റെ ഇമ്പോർട്ട് റീസെൻ്റായിട്ട് റെക്കോർഡ് നിലവാരത്തിലെത്തിയിരുന്നു. $99.2 ബില്യൺ അതായിരുന്നു. 2020 ആ ഒരു ബോർഡർ ടെൻഷൻ കാരണം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള റിലേഷൻസിൽ വലിയ പ്രശ്നങ്ങൾ വന്നിരുന്നു. പക്ഷേ അതൊന്നും ഇതിനെ ബാധിക്കാത്ത രീതിയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നല്ല ബിസിനസ് ഡീലുകൾക്ക് ചൈന ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇന്ത്യക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അടുത്ത SCO സമ്മിറ്റിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അവർ ക്ഷണിച്ചിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു പോസിറ്റീവ് സമീപനം ഇന്ത്യക്ക് പോസിറ്റീവായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ട്രേഡ് വാർ ഇപ്പോഴത്തെ നിലയിൽ ഇന്ത്യ ഉപകാരപ്രദമാകുമെന്നാണ് തോന്നുന്നത്. ചൈനയ്ക്കിപ്പോൾ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ് US-ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം. അപ്പോൾ അവർ തീർച്ചയായും ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവേണ്ടി വരും നിർബന്ധമായിട്ടും. അത് ഇന്ത്യക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് മാറും. ഇന്ത്യക്ക് ഇപ്പോൾ ചൈനയുമായി വളരെ വലിയൊരു ട്രേഡ് ഡെഫിസിറ്റാണ് ഉള്ളത്. കാരണം വളരെയധികം ഗുഡ്സ് ഇന്ത്യ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടുള്ള എക്സ്പോർട്ട് വരുന്നത് നാമമാത്രമായിട്ടുള്ളതാണ്. ആ ഒരു ഗ്യാപ്പ് കഴിയുന്നത്ര കുറക്കാൻ ഇന്ത്യക്ക് ഈ ഒരു ഡീൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ സഹായിക്കും. ഇപ്പോൾ ട്രംപിൻ്റെ ചൈനക്കെതിരെയുള്ള താരിഫ് ഏകദേശം 245% ആയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും താരിഫ് ഏർപ്പെടുത്തിയിട്ട്. അപ്പോൾ അത് ഇന്ത്യക്ക് ഒരു പോസിറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട്. ചൈനക്ക് പകരമായിട്ടുള്ള ഒരു ഗ്ലോബൽ ഡെസ്റ്റിനേഷനായിട്ട് ഇന്ത്യ മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിന് ഇന്ത്യയും തയ്യാറെടുക്കേണ്ടതുണ്ട്. ഇന്ത്യയും അതിനുള്ള മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് അതിനാവശ്യമായിട്ടുള്ള. കാരണം നമ്മൾ കഴിഞ്ഞ കോവിഡ് വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്, പലരും പ്രതീക്ഷിച്ചാണ് ചൈനയിലുള്ള പ്രൊഡക്ഷൻ കാര്യങ്ങളും കുറയും എന്നുള്ളതും ആ ഒരു കാര്യങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളതും. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച അത്രയും, ചില രീതിയിൽ കുറച്ചൊക്കെ പ്രൊഡക്ഷൻ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും പ്രതീക്ഷിച്ച അത്രയും പ്രൊഡക്ഷനൊന്നും ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. കുറേയൊക്കെ മറ്റു ആസിയാൻ രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ബംഗ്ലാദേശ്, അങ്ങനെ ആസിയാൻ റീജിയനിൽ വരുന്ന മറ്റു പല രാജ്യങ്ങളിലേക്കും പോയിട്ടുണ്ട്.
ഇന്ത്യ പ്രതീക്ഷിച്ച ആ ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴും ഇന്ത്യക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ ഇന്ത്യ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നുള്ള കാര്യം അനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഭാവിയുള്ള കാര്യങ്ങൾ വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് ഇപ്പോൾ ഒരു 90 ഡേയ്സിൻ്റെ എക്സംഷൻ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യക്കെതിരെയുള്ള താരിഫ് 90 ദിവസത്തേക്ക് പോസ് ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ഇന്ത്യയും US തമ്മിൽ നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു പോസിറ്റീവ് ഔട്ട്കമും വരികയാണെങ്കിൽ ഇന്ത്യക്ക് അത് വളരെ പോസിറ്റീവായിരിക്കും. അതുകൂടാതെ നമ്മൾ തൊട്ട് മുമ്പ് സംസാരിച്ച പോലെ ചൈന പോലും ഇന്ത്യക്ക് ഇപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് അവർ ഇങ്ങോട്ട് നെഗോസിയേഷൻ ചെയ്യാൻ വരുന്നത്. അതും ഇന്ത്യക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അവരുടെ പല കമ്പനികളും ഇന്ത്യയിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്താൽ അത് ഇന്ത്യക്ക് വളരെ വലിയൊരു ബൂസ്റ്റായിരിക്കും. ലോകത്തെ വളരെ വലിയ കമ്പനികൾ ചൈനയിലുണ്ട്. അവർക്ക് ആ ഒരു താരിഫിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചിലപ്പോൾ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ സാധ്യതയുണ്ട്. ഓൾറെഡി ഫോക്സ്കോൺ ഇന്ത്യയിൽ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. ഇപ്പോൾ മറ്റ് പല കമ്പനികളും ഇപ്പോൾ AC കമ്പനിയായിട്ടുള്ള ഹയർ ആയാലും അങ്ങനെ പല കമ്പനികളുണ്ട്. അവരൊക്കെ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്താൽ അത് ഇന്ത്യക്ക് ബൂസ്റ്റായിരിക്കും നല്ല രീതിയിൽ. ഓൾറെഡി ഇപ്പോൾ ഞാൻ ഹയറിൻ്റെ പേര് പറയാൻ കാരണം അവർ ഇന്ത്യയിലെ AC കമ്പനികളിൽ മൈനോറിറ്റി ഷെയറുകൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. അങ്ങനെയുള്ള പല വലിയ വലിയ കമ്പനികളും ഇന്ത്യയിൽ വരാൻ സാധ്യതയുണ്ട് ഭാവിയിൽ. ഇന്ത്യ ഇപ്പോൾ മാനുഫാക്ചറിങ്ങിനെ സഹായിക്കാനായി PLI സ്കീമുകൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് വന്നിരിക്കുകയായിരുന്നു. അതേപോലെയുള്ള സപ്പോർട്ടീവായിട്ടുള്ള പല മെഷേഴ്സും ഇന്ത്യ ഗവൺമെൻറ് എടുക്കുകയാണെങ്കിൽ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അടുത്തത് ഇന്ത്യ ഫാർമ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്ത്യയുടെ ഫാർമ സെക്ടറിൻ്റെ എക്സ്പോർട്ട് 30 ബില്യൺ ക്രോസ് ചെയ്തിട്ടുണ്ട് FY25. ഏകദേശം 31% ഗ്രോത്താണ് ആ ഒരു സെഗ്മെൻറ്റിൽ കാണാൻ പറ്റിയത്. അമേരിക്ക തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ബയർ. അവിടത്തേക്കുള്ള എക്സ്പോർട്ട് ഏകദേശം 14% ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. എക്സ്പോർട്ടിൻ്റെ 75% വരുന്നത് ഫോർമുലേഷൻസ് ആൻഡ് ബയോളജിക്സ് ആണ്. അതുകൂടാതെ ഹെർബൽസും ആയുഷ് പ്രൊഡക്റ്റുകളിലും നല്ലൊരു ഗ്രോത്ത് കാണാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഭാവിയിൽ ചിലപ്പോൾ US ഫാർമ സെക്ടറിന് താരിഫ് ഏർപ്പെടുത്തുകയോ മറ്റോ ചെയ്താൽ ആ ഒരു സെക്ടറിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എങ്കിലും അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പ്രത്യേകിച്ചും ട്രംപ് ആ ഒരു സെക്ടറിലേക്ക് താരിഫ് ഏർപ്പെടുത്തുമെന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അത് നമ്മൾ മുന്നോട്ട് കണ്ടതാണ്. അടുത്ത ജെൻസോൾ എഞ്ചിനീയറിംഗ് ഷെയറുമായിട്ട് ബന്ധപ്പെട്ടാണ്. സെബി അവരുടെ പ്രൊമോട്ടേഴ്സിനെ സെക്യൂരിറ്റി മാർക്കറ്റിൽ നിന്ന് ബാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു കമ്പനിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചില പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ പ്രൊമോട്ടേഴ്സ് ചില ഫണ്ട് ഡൈവേഷൻസ് നടത്തി എന്നതിൻ്റെ പേരിലുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൂടാതെ ഫോർജഡ് ഡോക്യുമെൻറ്റ്സും മിസ്ലീഡിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും റേറ്റിംഗ് ഏജൻസിക്കും ലെൻഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും നൽകിയെന്നുള്ള പല പ്രശ്നങ്ങളും ആ ഒരു കമ്പനിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സെബിയുടെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു. ഇതിൻ്റെയൊക്കെ കാരണം കമ്പനിയുടെ സ്റ്റോക്കും നല്ല രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. അടുത്തത് പ്രസ്റ്റീജ് എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടാണ്. അവരുടെ Q4 ബുക്കിംഗ് 48% ഉയർന്നിട്ടുണ്ട്. അവരുടെ Q4ലെ സെയിൽസ് ബുക്കിംഗ് ഏകദേശം 7000 കോടിയോളം ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. 48% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ട്. പക്ഷേ ക്വാർട്ടർ ഗ്രോത്ത് നല്ല രീതിയിലുണ്ടെങ്കിലും FY25 പ്രീസെയിൽ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 19% കുറഞ്ഞിട്ടുണ്ട്. 24,000 കോടിയായിരുന്നു ടാർഗറ്റ്. പക്ഷേ 17,000 കോടി മാത്രമേ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് പറഞ്ഞത് പ്രൊജക്ട് അപ്രൂവൽസിനുള്ള ഡിലേ ആണ്. അടുത്തത് ബജാജ് ഇലക്ട്രിക്കൽസുമായി ബന്ധപ്പെട്ട ന്യൂസാണ്. ബജാജ് ഇലക്ട്രിക്കൽസ് സ്മാർട്ട് ലൈറ്റിംഗ് പ്രസൻസ് വർദ്ധിപ്പിക്കാനായിട്ട് ടീക്കുമായിട്ട് ഒരു പാർട്ണർഷിപ്പ് അഗ്രി ചെയ്തിട്ടുണ്ട്. സ്ലോവാക്യൻ കമ്പനിയായ SEAക്കുമായിട്ട് 3 വർഷത്തെ എക്സ്ക്ലൂസീവ് പാർട്ണർഷിപ്പാണ് അവർ സൈൻ ചെയ്തിട്ടുള്ളത്. ഇതുവഴി കമ്പനിക്ക് ടണൽ ലൈറ്റിംഗ് പ്രോജക്ട്സും ഇന്ത്യക്ക് പുറത്തുള്ള പ്രൊജക്ട് ഓപ്പർച്യൂണിറ്റീസും ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിലെ ലൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ബജാജ് ഇലക്ട്രിക്കൽസിൻ്റെ പ്രൊജക്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് 2025 മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട ലൈറ്റിങ്ങും അതുകൂടാതെ മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലെ ലൈറ്റിങ്സും അപ്ഗ്രേഡ് ചെയ്തത് അവരാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. താങ്ക്